ഹലോ, നമ്മുടെ കൊണ്ടായ ലിപ്സിൻ്റെ പാർട്ട് 1 വീഡിയോയ്ക്ക് ശേഷം പാർട്ട് 2 ഇടാമെന്ന് പറഞ്ഞ് മുങ്ങിയതാണ്. എനിക്ക് ഇടാനേ പറ്റില്ല, കുറേ തിരക്കുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഗാലറി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും ഇത് എടുത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ കയറിയത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിന്നർ വരെയാണ് പറഞ്ഞത്. ഡിന്നറിന് ശേഷം ഞങ്ങളെല്ലാവരും വീണ്ടും ഒത്തുകൂടി കുറേ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ലാസ്റ്റായിട്ട് കുറച്ച് കപ്പിൾ ഡാൻസ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എല്ലാം ഒന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കപ്പിൾ ഡാൻസൊക്കെ കളിച്ചു, പിന്നെ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് ഏകദേശം 12:30 1 മണിയോടുകൂടിയാണ് എല്ലാവരും ഉറങ്ങാനായിട്ട് പോയത് കേട്ടോ. ഞങ്ങൾക്കൊക്കെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, കാരണം തലേദിവസം ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. പിറ്റേ ദിവസത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ലേറ്റായിട്ട് കടന്നുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ താമസിച്ച് എഴുന്നേറ്റത്. എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 7:30 7:45 ഞങ്ങൾ എഴുന്നേറ്റ് വന്നത്. ദിയയുടെയൊക്കെ മുഖം ഇരിക്കുന്നുണ്ടില്ല, അവൾക്കൊക്കെ രാവിലെ വിളിച്ചതിൻ്റെ ഒരു ദേഷ്യമായിരുന്നു കേട്ടോ, ഉറക്കം മതിയാകാത്തതിൻ്റെ. ഡിയോണയാണെങ്കിൽ ഇപ്പോഴും വന്നിട്ടില്ല, അവൾ പിന്നെയും കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഏതായാലും പിള്ളേരുടെ ഉറക്കമൊക്കെ പോകാനായിട്ട് ബോട്ടിങ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ തന്നെ എല്ലാവരും 1 2 റൗണ്ട് ബോട്ടിങ് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെഡൽ ബോട്ടിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളൊരു റിസോർട്ടിൽ റൂം എടുക്കുമ്പോൾ നമ്മുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. കാരണം എല്ലാ ഐറ്റംസും ഉണ്ട്, നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, കഴിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമാണ്. അപ്പം നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ വയറൊക്കെ നല്ല ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടമുള്ള സാധനങ്ങൾ അപ്പോൾ എല്ലാ ഐറ്റവും ഓരോന്നും ഇതും എടുത്തു കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മണിക്കൂട്ടനും കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര അവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പം ഏത് വേണമെന്നല്ല, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നല്ലോ, എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ഐറ്റംസും എല്ലാം ഞങ്ങൾ കഴിച്ച്, ഫ്രൂട്ട്സും എല്ലാം ഓരോന്നൊക്കെ കഴിച്ച് അങ്ങനെ നമ്മുടെ അടുത്ത കാര്യപരിപാടിയിലേക്ക് നമ്മൾ നീങ്ങാൻ പോവുകയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊരു യൂണിഫോം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഡ്രസ് കോഡ് ഉണ്ട്. അതായത് ജെൻസ് എല്ലാവരും തന്നെ വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസുമാണ്. ലേഡീസിനെല്ലാം ഗ്രീൻ കളർ ഡ്രസ് കോഡ്, ലേഡീസിനും അതുപോലെ കുട്ടികൾക്കും. അപ്പോൾ അടുത്ത മെയിൻ നമ്മുടെ പരിപാടി ഫോട്ടോഷൂട്ടാണല്ലോ. അപ്പോൾ പല പല ഫോട്ടോസ് എടുത്തു, ചാമ്പിക്കോ വീഡിയോസ് എടുത്തു. അപ്പോൾ എല്ലാവരും അങ്ങനെ തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരേ ഡ്രസ്സ് ഇട്ടതിൻ്റെ പിന്നെ നല്ല സൈറ്റാണല്ലോ, അവിടെ നല്ല ഫോട്ടോ എടുക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുത്തു. അതിന് ശേഷം നമ്മൾ ലഞ്ച് ഇവിടുന്ന് കഴിക്കുന്നില്ല കേട്ടോ. അതിന് മുമ്പ് തന്നെ നമ്മൾ പിരിയുകയാണ്. കാരണം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം ഒക്കെ എത്തേണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ബോട്ടിലൊക്കെ കയറി നമ്മുടെ കൊണ്ടായ ലിപ്സിനോട് നമ്മൾ വിട പറഞ്ഞ് നമ്മൾ പോവുകയാണ്. സത്യത്തിൽ ഇങ്ങനെയൊക്കെ ട്രിപ്പ് പോകുമ്പം നമ്മൾ പിരിയാറാകുമ്പോഴാണ് നമുക്ക് ഭയങ്കര വിഷമം കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ നമുക്ക് പ്രതീക്ഷിക്കാൻ ഈ ഒരു ഗെറ്റ് ടുഗദർ വരുന്നുണ്ടല്ലോ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റേതായൊരു വിഷമം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അയ്യോ, ഇത് പെട്ടെന്ന് അങ്ങ് തീർന്ന പോലെ. എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. മണിക്കൂട്ടനൊക്കെ ശരിക്കും ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്നത് തന്നെ. ഓൾമോസ്റ്റ് എല്ലാവരുടെയും തന്നെ കുട്ടികളുണ്ടായിരുന്നു, കുട്ടികളൊക്കെ നല്ല കമ്പനിയായിരുന്നു. ഇന്ന് നമ്മളിങ്ങനെ 5 വർഷം കഴിയുമ്പോഴല്ലേ അടുത്ത ഗെറ്റ് ടുഗദർ വെക്കണത്. അപ്പോൾ അതിൻ്റെ ഒരു ആഗ്രഹങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും കുട്ടികളൊക്കെ പല സ്ഥലത്ത് പഠിക്കാൻ പോവും, അങ്ങനെയൊക്കെ ആകുമല്ലോ. എന്തായാലും നല്ല ഒരു ഇതായിരുന്നു കേട്ടോ, നല്ല സ്പോട്ടായിരുന്നു. എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.